ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 101. ഭീകര സർപ്പത്തോട് ഏറ്റുമുട്ടുന്നതിനിടെ പ്രകോപിതനായ അനന്തൻ ഒടുവിൽ തന്റെ ആദിശേഷ രൂപം സ്വീകരിക്കുന്നു. ആ രൂപം കണ്ട് എല്ലാവരും പകച്ചു നിൽക്കുന്നതിനിടെയാണ് ഒരു കാതടപ്പിക്കുന്ന ശബ്ദം അവരെല്ലാവരും കേട്ടത്. രൗദ്ര രൂപത്തിലുള്ള അനന്തന്റെ ശീൽക്കാരത്തിന്റെ ശബ്ദമായിരുന്നു അത്. ആദിശേഷന്റെ മുന്നിൽ ഭയന്ന് തല താഴ്ത്തി നിന്ന സർപ്പം തന്റെ നേർക്ക് വലിയൊരു ആക്രമണമായിരുന്നു പ്രതീക്ഷിച്ചത്. എന്നാൽ ഒന്നനങ്ങുക പോലും ചെയ്യാതെ അനന്തൻ തന്റെ ശീൽക്കാര ശബ്ദം കൊണ്ട് മാത്രം ആ സർപ്പത്തെ വീഴ്ത്തി. അവനിലെ ഊർജം മുഴുവനും ആ ശീൽക്കാരത്തിൽ ഉണ്ടായിരുന്നു. അവനിലെ ശക്തി മുഴുവൻ ആ സർപ്പത്തിന്റെ ശരീരത്തിൽ പതിച്ച സമയം മുഴങ്ങിക്കേട്ട ശബ്ദം താങ്ങാൻ കഴിയാതെ അവിടെ നിന്നവരെല്ലാവരും ചെവി പൊത്തി, കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരു നിമിഷത്തിന് ശേഷം എല്ലാം ശാന്തമായി എന്നറിഞ്ഞ് ഓരോരുത്തരായി കണ്ണു തുറന്നു നോക്കി. അവർ മുന്നിലുള്ള രംഗം കണ്ട് അമ്പരന്നു. അത്ര നേരം അവർക്ക് ഭീതി നൽകിയ സർപ്പത്തിന്റെ ശരീരം രണ്ടായി കീറി പിളർന്ന് കിടക്കുന്നു. മണ്ണിലാകെ രക്തം ഒഴുകുന്നുണ്ട്. ഭയത്തോടെ അനന്തനെ നോക്കിയ അവർ കണ്ടത് ക്രോധം നിറഞ്ഞ മുഖം മെല്ലെ ശാന്തമായി വരുന്നതിനൊപ്പം അവന്റെ പിന്നിലെ പഞ്ചമുഖി നാഗം അപ്രത്യക്ഷമായി. അവന്റെ ഉടലും മനുഷ്യരൂപത്തിലേക്ക് തിരികെ വന്നു. നാട്ടുകാർ ആ സർപ്പം ചത്തുവോ എന്ന് വീണ്ടും ഒന്നുകൂടി ഉറപ്പുവരുത്തി. അതിന്റെ 2 തലകളും ചതഞ്ഞ അവസ്ഥയിലും അതുപോലെ 2 തലകൾക്കും ഇടയിലൂടെ ഉടൽ വലിച്ചു കീറിയ പോലെയുമാണ് കിടക്കുന്നത്. 2 തലകളെയും ഒരേ സമയം അനന്തൻ എങ്ങനെ കൊന്നു എന്നത് അവരെ അതിശയിപ്പിച്ചു. അടുത്തുള്ള വീടുകളിൽ നിന്നും വാതിൽ പാളികളും ജനലുകളും കുറേശ്ശെ തുറന്ന് ഓരോരുത്തരായി ആ സർപ്പം ശരിക്കും ചത്തൊടുങ്ങിയോ എന്ന് നോക്കി ഉറപ്പുവരുത്തിയ ശേഷം പുറത്തേക്കിറങ്ങി. അവർക്ക് ഭീകര ജന്തുവിന്റെ ആ ജീവൻ നിലച്ച ശരീരത്തിന് അരികെ പോലും നിൽക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. അവർ അനന്തൻ അവിടെയുള്ള ധൈര്യത്തിൽ മാത്രമാണ് അവിടേക്ക് വന്നതുപോലും. എല്ലാത്തിനും ഒടുവിൽ ജഗന്റെ സന്തോഷം അതിരില്ലാത്തതായിരുന്നു. അനന്തൻ ബ്രോ, കലക്കി. ഈ ലോകത്ത് നിങ്ങളെ കൊണ്ട് മാത്രമേ ഇത് പറ്റൂ. പുരാണത്തിലെ അതിശക്തനായ ഭീമന് തുല്യമായിരുന്നില്ലേ ആ സർപ്പത്തിന് നേർക്കുള്ള പ്രഹരം? ജഗൻ നിറഞ്ഞ മനസ്സോടെ അനന്തനെ പ്രശംസിച്ചു. പക്ഷേ ജഗന്റെ വാക്കുകൾ കേട്ട് അജയ് മോഹനും കൂട്ടരും വളരെയധികം ഭയന്നു. അനന്തന്റെ ശക്തി എത്രയെന്ന് തിരിച്ചറിയാതെ അവർ കഴിയുന്നത്ര അഹങ്കാരം അവനോട് കാണിച്ചിട്ടുണ്ട്. അനന്തന്റെ മനസ്സിൽ തങ്ങളോട് ഒരിറ്റു കോപമെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതം താങ്ങാനുള്ള കെൽപ്പ് അവർക്കില്ല എന്ന തിരിച്ചറിവാണ് അവരെ ഭയപ്പെടുത്തിയത്. അനന്തന്റെ കോപം നിറഞ്ഞ നോട്ടം പോലും താങ്ങാനുള്ള ധൈര്യം അവരിൽ ഇല്ലായിരുന്നു. അതിനാൽ അവർ തെല്ലും സമയം പാഴാക്കാതെ അവനോട് മാപ്പ് അപേക്ഷിക്കാനുള്ള തീരുമാനത്തിലെത്തി. അനന്ത, നിങ്ങളൊരു മഹായോഗിയാണെന്നറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. അങ്ങയുടെ കോപം താങ്ങാനുള്ള കരുത്ത് പോലും എനിക്കില്ല. തെറ്റുകൾ പൊറുക്കാനുള്ള മനസ്സുണ്ടാകണം. അജയ് മോഹൻ തൊഴുതു പറഞ്ഞു. അജയ് പറഞ്ഞു തീർന്നതും വിജയ് മോഹനും മറ്റുള്ളവരും അനന്തന്റെ മുൻപിൽ മുട്ടുകുത്തിയിരുന്നു. അവരും അനന്തന്റെ ദയയ്ക്ക് വേണ്ടി യാചിച്ചു. അവർ മാത്രമല്ല, ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും അനന്തന് മുന്നിൽ അന്നേരം തല കുനിച്ചു. അവരെല്ലാവരും അവനെ അവരുടെ ദൈവമായി തന്നെ കണ്ടു. അനന്തൻ ഈ സമയം അത്രയും തന്റെ രുദ്രരൂപത്തിൽ തന്നെ തുടർന്നു. അവന്റെ മനസ്സിലൂടെ കഴിഞ്ഞ സംഭവങ്ങൾ ഓരോ രംഗങ്ങളായി കടന്നു പോവുകയാണ്. ഈ ഭീകര സർപ്പത്തെ ഇത്ര എളുപ്പം വധിക്കാൻ കഴിഞ്ഞത് അനന്തൻ തന്റെ ആത്മാവിനെ 2ാം ഘട്ടത്തിലേക്ക് ഉണർത്തിയെടുത്തത് കൊണ്ട് മാത്രമാണ്. ഇങ്ങനെയുള്ള പരിതസ്ഥിതികൾ തന്നെ തേടി വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആദിശേഷ ഭഗവാൻ തന്നോട് അന്ന് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഭഗവാന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് താൻ തന്റെ ആത്മാവിനെ ഉണർത്താൻ പരിശ്രമിച്ചത് എന്ന് അനന്തൻ ഭക്തിയോടെ ഓർത്തു. ഭീകര സർപ്പത്തെ കൊല്ലാൻ വേണ്ടി തന്റെ ആദിശേഷ രൂപം സ്വീകരിക്കേണ്ട കാര്യമില്ല എന്ന് അനന്തന് നന്നായി അറിയാം. അല്ലാതെ തന്നെ പല വഴികളുണ്ട്. എന്നാലും അനന്തൻ അവയെല്ലാം ഒഴിവാക്കി ആദിശേഷ രൂപം തന്നെ സ്വീകരിച്ചത് നാഗലോകത്തെ തക്ഷകൻ ഈ വിവരങ്ങൾ ഒന്നും അറിയാതെ ഇരിക്കാനാണ്. 2 വർഷത്തെ നാഗലോക വാസം കൊണ്ട് അനന്തൻ പലതും പഠിച്ചത് നാഗരാജൻ തക്ഷകനിൽ നിന്നാണ്. താൻ പഠിപ്പിച്ച വിദ്യകളിൽ ഏതൊരെണ്ണം അനന്തൻ ഭൂമിയിൽ പ്രയോഗിച്ചാലും അത് തക്ഷകൻ അറിയും. ഇന്നിപ്പോ ഇവിടെ നടക്കുന്നതൊന്നും തക്ഷകൻ അറിയരുത് എന്ന് അനന്തന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വിദ്യകളെല്ലാം ഒഴിവാക്കി പകരം അനന്തൻ ഈ മാർഗം സ്വീകരിച്ചത്. ഈ വക ചിന്തകളിൽ നിന്നെല്ലാം പുറത്തു വന്ന ശേഷം അനന്തൻ തന്റെ മുന്നിലിരിക്കുന്ന മനുഷ്യരെ നോക്കി ഇപ്രകാരം പറഞ്ഞു. എല്ലാവരും എഴുന്നേൽക്കൂ. നിങ്ങളാരും എന്നെ ഭയക്കേണ്ടതില്ല. എനിക്ക് വേണ്ടത് അയാളെ മാത്രമാണ്, ആ മേഘനാഥനെ. അത്രയും പറഞ്ഞുകൊണ്ട് അനന്തൻ മേഘനാഥന്റെ അടുത്തേക്ക് തിരിഞ്ഞു.
എടോ കപട സന്യാസി, തനിക്ക് നേരത്തെ അറിയില്ലായിരുന്നോ ഈ ഗുഹയിൽ ഇത്രയും വലിയൊരു നാഗമുണ്ടെന്ന്? എന്നിട്ടും താൻ ഈ നാട്ടുകാരെയൊക്കെ ആ സർപ്പത്തിന്റെ മുന്നിലേക്ക് ഭക്ഷണമാക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് വെറും കാഴ്ചക്കാരനായി നോക്കി നിന്നു. അനന്തന്റെ വാക്കുകൾ കേട്ട നാട്ടുകാർ അയാളെ കൂടുതൽ വെറുത്തു. അത്ര നേരവും അവരാരും അയാളെ പറ്റി ചിന്തിച്ചിരുന്നില്ല. ആ സർപ്പത്തിന്റെ മുന്നിൽ നിന്നും ജീവൻ തിരികെ ലഭിച്ചതിന്റെ ആശ്വാസത്തിൽ അവരുടെ മനസ്സിലേക്ക് അതുവരെ മറ്റു ചിന്തകളൊന്നും വന്നിരുന്നില്ല. ഈ സമയം മേഘനാഥൻ വളരെയധികം അപമാനത്തോടെയും പകയോടെയും ദേഹത്ത് പറ്റിപ്പിടിച്ച മണ്ണും പൊടിയും ഒക്കെ തട്ടിക്കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. സൈരന്ധ്രിയുടെ കാൽപാദം തന്റെ നെഞ്ചിൽ പതിച്ച നിമിഷം മുതൽ അയാൾ സ്വയം ഉരുകുകയാണ്. അയാൾ ദേഷ്യം അടക്കാൻ കഴിയാതെ പല്ല് കടിച്ചുകൊണ്ട് അനന്തനോട് പറഞ്ഞു, നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് പിരിയാം. ഞാൻ ഇന്ന് തോൽവി സമ്മതിക്കുന്നു. പക്ഷേ ഈ സർപ്പം ആയിരക്കണക്കിന് വർഷമായി ഗുഹയിൽ താമസിക്കുന്നു. അതിനെ കൊല്ലാൻ കാണിച്ച സാഹസം, അതിന് നീ തീർച്ചയായും പ്രശംസ അർഹിക്കുന്നു. ഈ സർപ്പത്തിന്റെ ശരീരവും അതുല്യ ശക്തികൾ അടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജ്യേഷ്ഠനോട് പറയാം, നിനക്ക് വേണ്ടി ഈ സർപ്പത്തിന്റെ ശരീരം ഉപയോഗിച്ച് അതിവിശിഷ്ടമായ എന്തെങ്കിലും ഒരു മരുന്നുണ്ടാക്കി തരാൻ. നമുക്ക് ഇവിടെ നിന്നും കൈകോർക്കാം. അയാൾ അഹങ്കാരത്തോടെ പറഞ്ഞു. അനന്തൻ അയാളുടെ ഭാവം കണ്ട് അതിശയം തോന്നി. ഇത് പരിഹാസമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും അനന്തന് മനസ്സിലായില്ല. എല്ലാവരും തന്നോട് ഭയഭക്തി ബഹുമാനത്തോടെ പെരുമാറുമ്പോൾ ഇയാൾ മാത്രം ഇങ്ങനെ ചെയ്ത തെറ്റിന്റെ ബോധം പോലും ഇല്ലാതെ വീണ്ടും അതേ അഹങ്കാര ഭാവം മുറുകെ പിടിക്കുന്നത് കണ്ട് അനന്തന് കലി കയറി. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ അഹങ്കാരം കുറഞ്ഞിട്ടില്ലല്ലോ മേഘനാഥ. സഹതാപമാണ് നിന്നെ പോലെയുള്ള മനുഷ്യരോട് എനിക്ക് തോന്നുക. എത്ര അവസരങ്ങൾ ലഭിച്ചാലും മാറാൻ തയ്യാറാവാത്ത ബോധം തെളിയാത്ത അഹങ്കാരികൾക്ക് വീണ്ടും വീണ്ടും ക്ഷമ നൽകുന്നത് തന്നെ കൊടിയ പാപമാണ്. അനന്തൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കാൻ നീ ആരാ? നിന്റെ ക്ഷമ എനിക്ക് ആവശ്യമില്ല. എന്താ നിന്റെ ഭാവം? എന്നെ കൊല്ലുമെന്നാണോ? നിനക്കറിയില്ല എന്റെ ജ്യേഷ്ഠൻ ആരാണെന്ന്. മെഡിക്കൽ കൗൺസിൽ മെമ്പറാണ് അദ്ദേഹം. അദ്ദേഹം വിചാരിച്ചാൽ തീർച്ചയായും ഇത് നടക്കും. ഇവിടെ നിന്റെ മുന്നിൽ തൊഴുത് കുമ്പിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പോലും നിനക്ക് വേണ്ടി ഇക്കാര്യം ചെയ്യാൻ കഴിയില്ല. അതിനെന്റെ സഹോദരൻ തന്നെ വിചാരിക്കണം. ഒന്നിച്ചു നിന്നാൽ നമുക്ക് രണ്ടാൾക്കും നേട്ടം മാത്രമായിരിക്കും. അയാൾ ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും തന്നെ ഒരു പങ്ക് കച്ചവടത്തിന് വിളിക്കുന്നത് കണ്ട് അനന്തന് ദേഷ്യം വന്നു. തന്നോട് ക്ഷമിച്ച് വെറുതെ വിട്ടാലോ എന്നൊരു ചിന്ത ഇത്ര നേരവും എന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അത് പൂർണ്ണമായിട്ടും ഇല്ലാതെ. ഇനി താൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. ഇത് കേട്ട മേഘനാഥന് ഇപ്പോ കുറച്ച് ഭയം തോന്നി തുടങ്ങി. അനന്തൻ തന്റെ വാഗ്ദാനങ്ങളിൽ വീഴുമെന്ന് കരുതിയാണ് അയാൾ ഇത്രയും നേരം ധൈര്യവാനായി നിന്നത്. ഇല്ല, നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ല. ഞാൻ ഇല്ലാതായാൽ ഈ ഗ്രാമത്തില് ഇതുവരെ എലികൾ കടിച്ച എല്ലാവരും വൈകാതെ മരിക്കും. എനിക്ക് മാത്രമേ ആ വിഷത്തെ ചികിത്സിക്കാൻ കഴിയൂ. ഞാൻ മരിച്ചാൽ അതിനു പിന്നാലെ ഇവരുടെ എല്ലാം ജീവൻ പൊലിയും. അത് തടയാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. അയാൾ അനന്തനോട് പറഞ്ഞു, നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. ഈ ചത്തു കിടക്കുന്ന ജന്തുവിന്റെ രക്തം ഒരു ഗ്ലാസ് ഉള്ളിൽ ചെന്നാ മതി ആ എലികളുടെ വിഷത്തിന്റെ ശക്തി നശിക്കാൻ. ഇക്കാര്യം എനിക്ക് അറിയാവുന്ന സ്ഥിതിക്ക് താൻ മരിച്ചാലും ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല. അനന്തൻ പറഞ്ഞത് കേട്ട് മേഘനാഥൻ സ്തംഭിച്ചു പോയി. ഇനി തനിക്ക് രക്ഷപ്പെടാനായി അടവുകൾ ഒന്നും തന്നെ ബാക്കിയില്ല എന്നയാൾ തിരിച്ചറിഞ്ഞു. മഹായോഗിയായ അനന്ത, നിങ്ങൾ ഇതിനു വേണ്ടി കൈ ചീത്തയാക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തോളാം. ഈ ദുഷ്ടനെ ഞാൻ കൊല്ലാം. അജയ് മോഹൻ മുന്നോട്ട് വന്നു. അനന്തൻ അതിന് സമ്മതഭാവത്തിൽ തലകുലുക്കി. അനന്തന്റെ അനുവാദം ലഭിച്ചതും അജയ് മോഹൻ അവന്റെ അനിയന്മാരോടും ഗുണ്ടകളോടുമായി പറഞ്ഞു, നിങ്ങൾ ഈ കിളവന്റെ കയ്യും കാലും തല്ലിയൊടുക്കി. നമ്മൾ ഉൾപ്പെടെ ഇത്രയും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നത് കണ്ടിട്ടും ആസ്വദിച്ച് നോക്കി നിന്നവനാണ് ഇയാള്. അതുകൊണ്ട് ഇനി ഇയാൾക്ക് ജീവിച്ചിരിക്കാനുള്ള അർഹതയില്ല. തല്ലി ചതച്ച ആ ഗുഹയിലേക്ക് ഇട്ടേക്ക് ഇയാളെ. അജയ് മോഹൻ കൂടെയുള്ളവരോട് ശൗര്യത്തോടെ നിർദ്ദേശിച്ചു. അത്ര നേരവും അജയ് മോഹന്റെ ആളുകൾക്ക് അവരുടെ ശൗര്യം തെളിയിക്കാൻ ഒരു അവസരം ലഭിച്ചിരുന്നില്ല. അതിനാൽ അവർ അജയ് മോഹന്റെ വാക്കുകൾ കേട്ടതും വീരോടെ മേഘനാഥന്റെ അടുത്തേക്ക് പാഞ്ഞു. അയാളുടെ 2 കൈകളും കാലുകളും നിമിഷ നേരം കൊണ്ട് തല്ലിയൊടിച്ചു. അവശനായി കിടന്ന അയാളെ അജയ് തൂക്കിയെടുത്ത് ഗുഹയിലേക്ക് കൊണ്ടുപോയി. അവിടെ കണ്ട വലിയൊരു കുഴിയിലേക്ക് അയാളെ വലിച്ചെറിഞ്ഞു. ആ മരണക്കിണറിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടാൻ കൈകാലിട്ടടിക്കുന്ന മേഘനാഥനെ ഒരു ദയയും നൽകാതെ അജയ് മോഹൻ വെടിവെച്ച് വീഴ്ത്തി. അയാളെ അവിടെ ഇട്ട് തന്നെ മൂടാനും അജയ് മോഹൻ തന്റെ ഗുണ്ടകൾക്ക് നിർദ്ദേശം നൽകി. ആ നാട്ടിലെ ജനങ്ങൾ ഏവരും ഈ കാഴ്ച കണ്ട് തരിച്ചു നിൽക്കുകയാണ്.
സാധാരണ നിലയിൽ ഏതൊരു മനുഷ്യനും ഇത്രയും ഭീകരമായി ഒരാളെ കൊല്ലുന്നത് കണ്ട് ഒന്ന് പതറും. പക്ഷേ മേഘനാഥന്റെ മരണം കണ്ട് ആർക്കും ഒരു സഹതാപമോ വിഷമമോ ഒന്നും തന്നെ തോന്നിയില്ല. കുറച്ചു സമയം മുൻപേ വരെ തങ്ങളുടെ മരണം കാണാൻ കാത്തു നിന്നവന് ഇത്രയും ക്രൂരമായ ഒരു അവസ്ഥയിൽ മരണപ്പെടേണ്ടി വന്നതിൽ അവർക്ക് സന്തോഷം മാത്രമാണ് തോന്നിയത്. മാളവിക മാറി നിന്ന് ഓക്കാനിക്കുന്നതിന്റെ ശബ്ദം കേട്ടാണ് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞത്. സൈരന്ധ്രി അവളുടെ പുറം തടവി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് കാര്യം മനസ്സിലായ ജഗൻ അനന്തനോട് അതേപ്പറ്റി ചോദിച്ചു. അനന്തൻ ബ്രോ, എന്താ ഇപ്പൊ പറഞ്ഞത്? ആ എലികളുടെ വിഷത്തിന് മരുന്നായിട്ട് ഈ സർപ്പത്തിന്റെ രക്തം കുടിക്കണമെന്ന് ഞാനും പൊതുവെ അങ്ങനെ കേട്ടിട്ടുണ്ട്. പാമ്പിന്റെ രക്തത്തിന് പല ഔഷധ ഗുണങ്ങളും ഉണ്ട് എന്ന്. ഇത് പിന്നെ എന്തൊക്കെയോ സവിശേഷതകളുള്ള നാഗമായതിനാൽ ഇതിന്റെ തോലിന് നല്ല വില ലഭിക്കും. ഇതിന്റെ ശരീരം ഒരു അമൂല്യ വസ്തു തന്നെയാണ്. എന്നാലും ജഗൻ എന്തോ സംശയത്തിൽ പറഞ്ഞു നിർത്തി. അതെ, നീ പറഞ്ഞതൊക്കെയും സത്യമാണ്. ഈ സർപ്പത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഇതിന്റെ രക്തത്തിന് ഔഷധ മൂല്യവും ഉണ്ട്. നിനക്ക് ഞാൻ ഒരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിക്കുന്നുണ്ട്. ഈ മനുഷ്യരാരും ഇനി ഒരു തവണ കൂടി ഇത്തരം പൈശാചിക ശക്തികളുടെ പിടിയിൽ അകപ്പെടരുത്. ആ ദൗത്യം നിന്റേതാണ്. അനന്തൻ പറയുന്നത് കേട്ട് ജഗൻ കാര്യം മനസ്സിലായതുപോലെ തല കുലുക്കി പുഞ്ചിരിക്കുമ്പോൾ അവരുടെ സംസാരം കേട്ട് ഒന്നും മനസ്സിലാകാതെ നാട്ടുകാർ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി കാത്തു. നാട്ടുകാർക്ക് മനസ്സിലാക്കാനാകാത്ത എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും ഇനിയും അവിടെ സംഭവിക്കാനിരിക്കുന്നത്. അധ്യായം 102. എലിയിൽ നിന്നും പകർന്ന വിഷത്തിന് സർപ്പത്തിന്റെ രക്തമാണ് മരുന്ന് എന്ന് അനന്തൻ ജഗനോട് വിശദീകരിച്ചു. അതിനോടൊപ്പം ഇനി ഒരിക്കലും ഈ നാട്ടിൽ ആരെയും ഇങ്ങനെയുള്ള പൈശാചിക ശക്തികളോ രോഗങ്ങളോ ആധിപത്യം സ്ഥാപിക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം കൂടി അനന്തൻ ജഗനെ ഏൽപ്പിച്ചു. അനന്തൻ അങ്ങനെ പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. സർപ്പത്തിന്റെ രക്തത്തിലും ഒരുപക്ഷെ വിഷം കലരാം. അതിനാൽ അത് പ്രത്യേകം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നാട്ടുകാരുടെ ശരീരത്തിൽ കടന്നുകൂടിയിരിക്കുന്ന വിഷത്തേക്കാൾ ഏറെ തീവ്രമായ മറ്റൊരു വിഷമായിരിക്കും അവരുടെ ഉള്ളിലെത്തുക. മരുന്നായി കരുതി ഉള്ളിലേക്ക് നൽകുന്ന വസ്തു തന്നെ അവരുടെ ജീവൻ എടുക്കും. അത് ഒഴിവാക്കാനാണ് അനന്തൻ ജഗനെ ഓർമ്മിപ്പിച്ചത്. ജഗൻ ആ സർപ്പത്തെ ആകെ ഒന്ന് നോക്കി. അതിന്റെ ശരീരത്തിലെ ചില ഭാഗങ്ങളിലാണ് വിഷാംശം കലർന്നിട്ടുള്ളത്. അത് ഏതൊക്കെയാണ് എന്ന് ജഗന് കൃത്യമായി തന്നെ അറിയുകയും ചെയ്യാം. അവൻ അല്പനേരം സർപ്പത്തിന്റെ ശരീരത്തിന് ചുറ്റും നടന്നുകൊണ്ട് അതിനെ വീക്ഷിച്ചു. ആ സമയം അനന്തൻ നാട്ടുകാരുടെ എല്ലാവരോടുമായി ഇങ്ങനെ പറഞ്ഞു. എല്ലാവരും മാറി നിൽക്ക്. ഞാൻ ഈ സർപ്പത്തിന്റെ ചില ഭാഗങ്ങൾ മുറിച്ച് നിങ്ങളെ ഏൽപ്പിക്കും. അത് നിങ്ങൾ ഗ്രാമത്തിന്റെ അതിരിൽ ഓരോ ഇടത്തായി കുഴിച്ചിടണം. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളിൽ പലരും ഈ ഗ്രാമം വിട്ട് പല ആവശ്യങ്ങൾക്കും വേണ്ടി പുറത്തു പോകുന്നുണ്ടാവും. എന്നാൽ ആരും ഇന്ന് ഇവിടെ നടന്ന കാര്യങ്ങൾ ഈ ഗ്രാമത്തിന് പുറത്തേക്ക് എത്തിക്കരുത്. അനന്തന്റെ വാക്കുകൾ ശ്രവിച്ച ഗ്രാമമുഖ്യനും മറ്റുള്ളവരും അതിന് സമ്മതിച്ചു. അനന്തൻ പറയുന്നത് എന്തും മറു ചോദ്യമില്ലാതെ തന്നെ അനുസരിക്കാൻ അവർ തയ്യാറാണിപ്പോൾ. കാരണം അവരുടെ രക്ഷകന് അവർക്കിടയിൽ ഒരു ദൈവത്തിന്റെ പരിവേഷമാണ് ഇപ്പോൾ ഉള്ളത്. നാഗദേവ, എല്ലാം അങ്ങ് പറയുന്നത് പോലെ ഞങ്ങൾ ആരും തന്നെ ഇവിടെ നടന്നതൊന്നും പുറത്ത് ആരോടും പറയില്ല. ഇത് ഞങ്ങളുടെ വാക്കാണ്. ഗ്രാമമുഖ്യനായ വേണു അനന്തനോട് പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതിലുള്ള നന്ദി എക്കാലവും ഉണ്ടായിരിക്കും. അങ്ങ് എന്തു പറഞ്ഞാലും ഞങ്ങളത് അനുസരിക്കും. പക്ഷെ നാഗദേവ, ഞങ്ങൾക്കൊരു സംശയം. ഈ പാമ്പുകളൊക്കെ മരണാനന്തരം പ്രതികാരം ചെയ്യുന്ന കൂട്ടരാണ് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സർപ്പവും ഇനി ഞങ്ങളോട് പ്രതികാരമായി വന്ന് ശല്യം ചെയ്യില്ലേ? നാട്ടുകാരിൽ ഒരാൾ ഭീതിയോടെ ചോദിച്ചു. ആ ചോദ്യം കേട്ട നിമിഷം തന്നെ അനന്തൻ ഒരിക്കലും ഇല്ല എന്ന് തലയാട്ടി മറുപടി നൽകി. ജഗൻ ഈ നേരം കൊണ്ട് ആ സർപ്പത്തിന്റെ ശരീരത്തിൽ നിന്നും വിഷമയമല്ലാത്ത ഭാഗങ്ങളൊക്കെ മുറിച്ചു മാറ്റിയെടുത്തു. അതീവ ശ്രദ്ധയോടെ ആയിരുന്നു ജഗൻ ആ സമയം ഉണ്ടായിരുന്നത്. സർപ്പത്തിന്റെ രക്തം, ചർമ്മം, വിഷപ്പല്ല്, പിന്നെ അതിന്റെ ശരീരത്തിലെ ചില സ്രവങ്ങളൊക്കെ ജഗൻ വേർതിരിച്ചെടുത്തു. ഇവയൊക്കെയാണ് അതിലെ ഗുണമുള്ള ഭാഗങ്ങൾ. അത്രയും ഭീമമായ ശരീരമുള്ള സർപ്പമായതിനാൽ തന്നെ അതിന്റെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഭാഗങ്ങളെല്ലാം തന്നെ ഒരാൾക്ക് ഒറ്റയ്ക്ക് താങ്ങി എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നതിലും അധിക ഭാരമുള്ളതായിരുന്നു. അതിനാൽ ജഗൻ അത് അവിടെ നിന്നും മാറ്റാനായി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ജഗന്റെ മുഖഭാവം കണ്ട യദു ആരെയോ ഫോൺ ചെയ്തു. ഹെലികോപ്റ്റർ എത്തും, ഇതെല്ലാം മാറ്റാൻ അതാ നല്ലത്. ഫോണിലൂടെ എല്ലാ ഏർപ്പാടുകളും ചെയ്ത ശേഷം യദു അഭിമാനത്തോടെ വന്ന് പറഞ്ഞു. പുറത്ത് ഈ കാര്യങ്ങൾ നടക്കുന്ന നേരം അജയ് മോഹൻ നേരെ ഗുഹയ്ക്ക് ഉള്ളിലേക്ക് കയറി.
അവിടെ വിചിത്രമായ എന്തോ ഒന്നുണ്ട് എന്ന് അവന്റെ മനസ്സ് പറഞ്ഞു. അത് വെറും തോന്നലല്ല എന്നുറപ്പിച്ച അജയ് വേഗം തിരികെ ഇറങ്ങി അനന്തനോട് അവന്റെ സന്ദേഹം അറിയിച്ചു. അനന്ത, അകത്ത് ആ മേഘനാഥനെ വലിച്ചെറിഞ്ഞ കുഴിയല്ലാതെ ഒരു വലിയ കിണർ കൂടി ഞാൻ കണ്ടു. കണ്ടിട്ട് എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു. ദൈവികവും പുരാതനവുമായ ഒന്നാണ് അതെന്ന് എനിക്ക് തോന്നി. താൻ കൂടെ വന്നൊന്ന് നോക്കൂ, അജയ് മോഹൻ ചോദിച്ചു. അനന്തൻ അതിന് സമ്മതിച്ചു. അജയ് വന്ന് കിണറിന്റെ കാര്യം അറിയിച്ചില്ലായിരുന്നുവെങ്കിലും അനന്തൻ തീർച്ചയായും ആ ഗുഹയൊന്ന് പരിശോധിക്കുമായിരുന്നു. ഇത്രയും കാലം ആ ഭീകര സർപ്പം സുഭിക്ഷമായി താമസിച്ച ഗുഹയിൽ തീർച്ചയായും വിചിത്രമായ പലതും ബാക്കിയുണ്ടാകുമെന്ന് അനന്തന് ഉറപ്പുണ്ടായിരുന്നു. ഏറെ നേരമായി സൈരന്ധ്രി അസ്വസ്ഥയാണ്. അവൾ ആ സർപ്പത്തെ ശപിച്ചുകൊണ്ട് എന്തൊക്കെയോ പുലമ്പി. അനന്തനോടൊപ്പം ഒന്നിച്ച് ഒരു യാത്ര മോഹിച്ചു വന്ന അവൾക്ക് ഈ നാടകീയ രംഗങ്ങളിൽ ഒന്നും തീരെ താല്പര്യം തോന്നിയില്ല. സർപ്പം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും അനന്തന് കഴിഞ്ഞിട്ടില്ല എന്ന് അവൾ ഓർത്തു. അനന്തന്റെ സമയം പൂർണ്ണമായും നാട്ടുകാർക്ക് വേണ്ടി നൽകുന്നതിൽ അവൾ പരിഭവിച്ചു. അപ്പോഴാണ് തന്നെ കൂട്ടാതെ അവൻ അജയ് മോഹൻ വിളിച്ചയുടനെ ഗുഹയിലേക്ക് കയറുക കൂടി ചെയ്തത്. ഇത് കണ്ട് മുഖം ചുളിച്ചുകൊണ്ട് സൈരന്ധ്രി നേരെ മാളവികയുടെ അടുത്തേക്ക് ചെന്നു. ഓയ് സെലിബ്രിറ്റി, നമുക്ക് ആ ഗുഹയൊന്ന് കണ്ടാലോ? അവരൊക്കെ കയറി. അവൾ മാളവികയെ ഒപ്പം വിളിച്ചു. എന്നാൽ അവൾ അത് നിരസിക്കുകയാണ് ചെയ്തത്. ഞാനില്ല, എനിക്കിപ്പൊ തന്നെ മതിയായേ. താൻ വേണേ പോയി നോക്ക്. അവിടെ ആ സർപ്പത്തിന്റെ കുടുംബം മുഴുവൻ കാണും. പിന്നെ മരണക്കിണറിൽ വീണ് ചത്തവരുടെയൊക്കെ ആത്മാക്കളും. എല്ലാവരും കൂടി നല്ല രസമായിരിക്കും. മാളവിക മുഖം കൂട്ടി പറഞ്ഞു. ശരി, നീ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്. നിന്നെ കൊണ്ട് അതേ പറ്റൂ. ഞാൻ എന്റെ ചെക്കന്റെ കൂടെ പോയിക്കോളാം. സൈരന്ധ്രി അതും പറഞ്ഞ് വേഗം ഗുഹയിലേക്ക് കയറി. ഗുഹയ്ക്കകത്ത് നന്നേ ഇരുട്ടായിരുന്നു. അതും പോരാതെ പല വലിപ്പത്തിലുള്ള കുണ്ടും കുഴികളും. അത് കാരണം എല്ലാവരും കയ്യിലെ ഫോണിൽ നിന്ന് ടോർച്ച് തെളിച്ചാണ് നടന്നത്. പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ വിശാലമായിരുന്നു അകം. അവർ കുറച്ചുകൂടി ചെന്നപ്പോൾ അജയ് മോഹൻ പറഞ്ഞ ആ കിണർ കണ്ടു. സ്വർണ്ണ നിറത്തിൽ കെട്ടിയിരിക്കുന്ന കിണർ. അതിനു ചുറ്റും തറയും കെട്ടി പൊക്കിയിട്ടുണ്ട്. ഏകദേശം 4 മുതൽ 5 അടി വരെ വീതിയുണ്ടായിരുന്നു ആ കിണറിന്. അതിന്റെ ചുറ്റും മണൽത്തരികൾ സ്വർണ്ണ നിറത്തിൽ വിതറിയതുപോലെ കാണപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഏവർക്കും മനസ്സിലായി ഇതായിരുന്നു ആ ഭീകര സർപ്പത്തിന്റെ വാസസ്ഥാനമെന്ന്. അല്പം കൂടി മുന്നോട്ട് നടന്ന അനന്തന് നെഞ്ചിൽ എന്തോ വേദന പോലെ തോന്നി. അനന്തന്റെ ശക്തികളും തേജസ്സും ആ കിണർ അവനിൽ നിന്നും ആവാഹിച്ചെടുക്കുന്നതായിരുന്നു അവന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം. അത് മനസ്സിലായ അനന്തൻ തന്റെ ശക്തികൾ മറച്ചു പിടിക്കാനും തന്റെ ഉള്ളിൽ തന്നെ അടക്കി നിർത്താനും ശ്രമിച്ചു. ഇത് ഒരു സാധാരണ ജലസ്രോതസ്സല്ല, ഇതൊരു ദിവ്യ കൂപമാണ്. അനന്തൻ എല്ലാവരോടുമായി പറഞ്ഞു. കൂപം എന്ന് വെച്ച കിണർ തന്നെയല്ലേ? ഇത് കാണാൻ സാധാരണ കിണർ പോലെ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഫുൾ ഗോൾഡൻ ഷെയ്ഡൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ലക്ഷറി ലുക്ക് ഉണ്ട് എന്നല്ലേ ഉള്ളൂ? അജയ് മോഹൻ ചോദിച്ചു. അവൻ തന്റെ അതിശയം അടക്കാൻ കഴിയാതെ അങ്ങനെ ചോദിച്ചു പോയി. എങ്കിലും അനന്തൻ പറഞ്ഞതിനെ എതിർക്കണം എന്ന ഭാവം അവന് അല്പം പോലും ഇല്ലായിരുന്നു. എന്ന് മാത്രമല്ല, അനന്തൻ എന്തു പറഞ്ഞാലും അതിൽ സത്യമുണ്ടാകുമെന്നും അവൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തന്റെ മറുപടിക്ക് വേണ്ടി കാക്കാതെ അവൻ ആ ചോദ്യം തിരിച്ചെടുത്തു. ഇതെല്ലാം കണ്ടു നിന്ന് സൈരന്ധ്രി മുന്നോട്ട് വന്നു. അവൾക്കും അവിടെ എന്തോ ഒരു ദിവ്യത്വമുണ്ട് എന്ന അനുഭൂതി ലഭിച്ചു. അവൾ അതിന്റെ ചുറ്റും നോക്കിയ ശേഷം അനന്തനോട് പറഞ്ഞു. ഇതൊരു ദിവ്യ കൂപമാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്കിവിടെ കുളിക്കാം. തീർച്ചയായും വില പിടിച്ചതും പുരാതനവുമായ പല വസ്തുക്കളും ഇതിനുള്ളിൽ ഉണ്ടാവും. സൈരന്ധ്രി പറഞ്ഞു തീർന്നതും അതിൽ കാര്യമുണ്ടെന്ന് തോന്നി ഒപ്പം വന്നവരിൽ ചിലർ അവിടെ കുളിക്കാനുള്ള ആയുധങ്ങൾ എടുക്കാൻ പോകാൻ ഭാവിച്ചു. ഇത് കണ്ട അനന്തൻ അവരെ തടഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ ഭീകര സർപ്പം ഇവിടെയായിരുന്നു ഏറെ കാലമായി കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിന് എത്രത്തോളം ശക്തി ഉണ്ടാകുമെന്ന് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല. ഇവിടം കുഴിക്കുമ്പോൾ പല പ്രത്യാഘാതങ്ങളും ഉണ്ടായി എന്ന് വരും. അതുകൊണ്ട് ഇക്കാര്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ ഇവിടെ നിന്നും അല്പം അകലം പാലിച്ച് നിന്നാ മതി. അതാവും നല്ലത്. അനന്തൻ എല്ലാവരോടും നിർദ്ദേശിച്ചു. അത്രയും പറഞ്ഞ ശേഷം എല്ലാവരെയും മാറ്റി നിർത്തി അനന്തൻ സ്വയം ആ കിണറിനടുത്തേക്ക് ചെന്നു. നാഗലോകത്തും ഇങ്ങനെയാണ്. വിശിഷ്ടമായ വസ്തുക്കൾ പലതും ഇങ്ങനെയുള്ള ദിവ്യ കൂപങ്ങളിലാവും നിക്ഷേപിക്കുക. ഇവിടെ ആ സർപ്പം പോലും ഭൂമിയിലെ മറ്റു നാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. സ്വന്തം വർഗത്തിലെ മറ്റുള്ളവരെക്കാളുമൊക്കെ ഉപരി ശക്തിശാലിയായിരുന്നു ആ സർപ്പം. അത്രയും വിശിഷ്ടമായതുകൊണ്ട് തന്നെയാണ് അതിന് ഈ ദിവ്യ കൂപത്തിൽ താമസിക്കാൻ ഇടം ലഭിച്ചത്. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ്
അനന്തൻ ആ കിണറിലേക്ക് സ്പർശിച്ചത്. ചില മന്ത്രങ്ങളും അതിനൊപ്പം അവൻ ഉരുവിടുന്നുണ്ടായിരുന്നു. അവന്റെ വിരലൊന്ന് തൊട്ടപ്പോൾ തന്നെ ആ കിണറിന് ഒരു ഇളക്കം അനുഭവപ്പെട്ടു. ഇത് ശ്രദ്ധയിൽപ്പെട്ട അനന്തൻ പിന്നെ തെല്ലും സമയം പാഴാക്കിയില്ല. അവൻ സർവശക്തിയും എടുത്ത് കിണറിന്റെ വശത്ത് ആഞ്ഞു ചവിട്ടി. ഭീമമായ ശബ്ദത്തോടെ ആ കിണർ കുലുങ്ങുക മാത്രമല്ല, മുകളിലോട്ട് ഉയരുക കൂടി ചെയ്തു. ഇത് കണ്ട അനന്തൻ ചുണ്ടിൽ ഊറി വന്ന പുഞ്ചിരിയോടെ പറഞ്ഞു, ഇത് ഞാൻ കരുതിയതിലും ശ്രേഷ്ഠമാണല്ലോ. ഭൂമിയിൽ ഇത്രയും അത്ഭുതകരമായ വസ്തുക്കൾ ഉണ്ടാകുമോ? അവൻ സ്വയം ചോദിച്ചു. അനന്തൻ ആ ഉയർന്നു വന്ന കിണറിനെ ഒരു കൈകൊണ്ട് വലിച്ചു നീക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അവിടെ നിന്നവരെല്ലാവരും അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ ഒറ്റ കൈകൊണ്ട് പൊക്കി? ഒരാളെ കൊണ്ട് ഇതെങ്ങനെ കഴിയും? ആ ഭീകര സർപ്പത്തെ കൊന്ന് മേഘനാഥനെയും വകവരുത്തിയ ആൾക്കാണോ ഇതിന് പ്രയാസം? അത് ശരിയാ. എന്നാലും അതുപോലെയാണോ ഇത്? ഇതിത്തിരി കടുപ്പമാണേ. കണ്ടു നിന്നവരൊക്കെ അത്ഭുതമടക്കാൻ കഴിയാതെ പറഞ്ഞു. അപ്പോഴേക്കും അനന്തന്റെ ശബ്ദം അവിടെ മുഴങ്ങി. ഞാൻ അനന്തൻ വർമ്മ ഭൂമിയോട് കൽപ്പിക്കുന്നു, ഈ കിണറിനെ സ്വതന്ത്രമാക്കുക. ആദ്യം കുറച്ച് ഉയർന്നു വന്നുവെങ്കിലും പൂർണ്ണമായും മണ്ണിൽ നിന്നും അടർന്നു വന്നിട്ടില്ല ആ കിണർ. അനന്തൻ ഒരു കൈകൊണ്ട് വലിച്ചു നോക്കിയിട്ടും അത് വരുന്നുണ്ടായിരുന്നില്ല. അതിനാലാണ് അവൻ ഇപ്രകാരം ഭൂമിയോട് കൽപ്പിച്ചത്. ഇതെന്താണ് സംഭവമെന്ന് എല്ലാവരും നോക്കി നിൽക്കുന്നതിനിടയിൽ ഗുഹയ്ക്കുള്ളിലെ നിലം ആകെ ഒന്ന് കുലുങ്ങി. കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ആ കിണർ മണ്ണിൽ നിന്നും അടർന്നു പോയി. മുഴുവനായി മുകളിലേക്ക് വന്നു കഴിഞ്ഞ കിണറിന് ഒരു ചായക്കപ്പിന്റെ പോലെയുള്ള ആകൃതിയായിരുന്നു. താഴ്ഭാഗം പരന്നിട്ടും മുകൾ ഭാഗം ഒതുങ്ങിയും ഒരു പാത്രം പോലെ വായ്ഭാഗം മാത്രം തുറന്നായിരുന്നു ആ കിണറിന്റെ രൂപവും. അനന്തന്റെ ആദ്യ ചവിട്ടിൽ തന്നെ കിണറിന്റെ ഉള്ളിലുണ്ടായിരുന്ന ജലം മുഴുവൻ പുറത്തേക്ക് തെറിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ ഇപ്പോൾ അതിൽ ജലം ബാക്കിയില്ല. അനന്തൻ ഇത് കണ്ട് വളരെയധികം സന്തോഷിച്ചു. ഭൂമി ദേവിക്ക് നന്ദി. ഇനി മുതൽ ഈ ദിവ്യകൂപം എന്റേതായിരിക്കും. ഭൂമിയുടെ സമ്മാനമായി ഞാൻ ഇത് സ്വീകരിക്കുന്നു. അനന്തൻ മനസ്സുകൊണ്ട് ഭൂമി ദേവിയെ വണങ്ങി. പുറത്തു കിടക്കുന്ന സർപ്പത്തിൽ നിന്നും ജഗൻ വേർതിരിച്ചെടുത്ത ഔഷധ ഗുണമുള്ള ശരീരഭാഗങ്ങളെക്കാൾ അമൂല്യമാണ് ഇപ്പോൾ അനന്തന് കൈവന്നിരിക്കുന്ന ഈ ദിവ്യകൂപം. അതിന്റെ സന്തോഷമാണ് അനന്തനിൽ കാണുന്നത്. തനിക്ക് ചെയ്തു തീർക്കാനുള്ള അടുത്ത വലിയൊരു കടമ ഓർമ്മ വന്നതും അനന്തൻ തന്റെ ഗൗരവം വീണ്ടെടുത്ത് കിണറിന്റെ അരികിലേക്ക് വന്നു നിന്നു. ശേഷം എല്ലാവരും നോക്കി നിൽക്കെ ആ വലിയ കിണറിനെ തന്റെ 2 കൈകൾ കൊണ്ട് എടുത്തുയർത്തി. എന്തായിരിക്കാം അനന്തന് ചെയ്തു തീർക്കാനുള്ള ആ വലിയ കടമ? 103. ദിവ്യകൂപത്തെ മന്ത്രോച്ചാരണത്തിലൂടെ ഭൂമിയിൽ നിന്നും അടർത്തിയെടുത്ത അനന്തൻ എന്തോ ഒരു ദൗത്യം മനസ്സിൽ കണ്ടുകൊണ്ട് കിണറിന്റെ അടുത്തേക്ക് ചെന്നു. ആ കിണറിനെ അവൻ 2 കൈകളിലുമായി എടുത്തുയർത്തുന്നത് കണ്ട ഏവരും അത്ഭുതത്തോടെ നോക്കി. അനന്തൻ ആ കൂപവും കയ്യിലേന്തി മുന്നോട്ട് നടന്നു. ഓരോ അടി വെക്കുമ്പോഴും ആ കൂപത്തിന്റെ ഭാരം കൂടി വരുന്നത് പോലെ അനന്തന് തോന്നി. അത് വകവെക്കാതെ അവൻ വീണ്ടും മുന്നോട്ട് ചെന്നു. പക്ഷേ ഒരവസരത്തിൽ അനന്തന് കൈകാലുകളും ശരീരവും ആകെ തളരുന്നത് പോലെ തോന്നി. അത്രയ്ക്കും ഭാരമുണ്ടായിരുന്നു അവന്റെ കയ്യിലിരിക്കുന്ന കൂപത്തിന് അന്നേരം. ഇനി തനിക്ക് ഇത് താങ്ങാനാവില്ല എന്നും ഒരു നിമിഷം അത് താഴെ വെച്ചാലോ എന്നുമൊക്കെ അനന്തൻ ആ സമയം ചിന്തിച്ചു പോയി. പക്ഷേ മനസ്സിന് ധൈര്യം നൽകിക്കൊണ്ട് അവൻ വീണ്ടും മുന്നോട്ട് കുറച്ച് ചുവടുകൾ കൂടി വെച്ചു. അവൻ ആ ഗുഹയ്ക്ക് പുറത്തെത്തിയ നിമിഷം തന്നെ ഒരു പരീക്ഷണം അവസാനിച്ചതുപോലെ പെട്ടെന്ന് അനന്തന്റെ കയ്യിലെ ഭീമമായ വസ്തുവിന് ഭാരം കുറഞ്ഞു. ഗുഹയ്ക്ക് പുറത്തെത്തി സൂര്യപ്രകാശം തട്ടിയതും ആ കിണറിന്റെ വലിപ്പം കുറഞ്ഞു വന്നു. അത് ചുരുങ്ങി ഒരു ബാസ്കറ്റ് ബോളിന് സമമെത്തി. ഇത് കണ്ടു നിന്ന അജയ് മോഹന്റെ കണ്ണ് നിറഞ്ഞു. അവൻ അനന്തന്റെ അടുത്തേക്ക് ചെന്ന് ഇപ്രകാരം എളിമയോടെ സംസാരിച്ചു. വീണ്ടും ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത്രയും ദൈവതുല്യനായ നിങ്ങളെ ഞാൻ എങ്ങനെയാണ് വില കുറച്ച് കാണുകയും തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നു. ഞാൻ എന്റെ അഹങ്കാരവും തെറ്റുകളും തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങളുടെ ഒരു അനുയായിയായിട്ട് ഞാനും ഒപ്പമുണ്ടാവും. എന്താവശ്യത്തിനും സഹായത്തിനും ഒരു വിളിപ്പുറത്തുണ്ടാകും ഞാൻ. അജയ് മോഹൻ പറഞ്ഞത് കേട്ട് അനന്തൻ പൂർണ്ണ മനസ്സോടെ പുഞ്ചിരിച്ചു. അനന്തൻ അല്ലെങ്കിൽ തന്നെ ആ കിണർ ഒരു കുടത്തിന്റെ രൂപത്തിൽ ലഭിച്ചത് കണ്ട് അതീവ സന്തോഷത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന അനന്തന് അജയ് മോഹനോട് ഒരു ദേഷ്യവും തോന്നിയില്ല. അവന്റെ വാക്കുകൾ അനന്തൻ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊണ്ടു. ഇവിടെ നടന്നതൊക്കെ നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എങ്കിൽ അത് നിന്റെ വിധിയിൽ എഴുതിയിട്ടുള്ളത് തന്നെയാണ്. നീ എന്നോട് എങ്ങനെ പെരുമാറണമെന്നും വിധി നേരത്തെ തന്നെ
നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞതൊന്നും ഓർത്ത് ഇനി അസ്വസ്ഥനാകണ്ട. എല്ലാം വിധിയാണ് എന്ന് കരുതി സമാധാനിക്കുക. അനന്തന്റെ വാക്കുകൾ കേട്ട അജയ് മോഹന് ആശ്വാസമായി. ഒന്ന് ആലോചിച്ചുകൊണ്ട് അനന്തൻ തുടർന്നു. ചെല്ലു, ജഗന്റെ അടുത്തേക്ക് ചെല്ലു. നീ എന്നോട് കാണിക്കുന്ന ഈ സമർപ്പണത്തിന് പകരം ഞാൻ നിനക്ക് ഈ സർപ്പത്തിന്റെ രക്തം പാനം ചെയ്യാൻ അവസരം നൽകാം. എലിയുടെ കടിയേറ്റ രോഗികൾക്ക് മാത്രം നൽകാം എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ അനന്തൻ അത്രയും പറഞ്ഞ് അജയ് മോഹനെ നോക്കി പുഞ്ചിരിച്ചു. ഇത്ര നേരവും അവർ അനന്തനോട് പെരുമാറിയ രീതി വെച്ച് നോക്കുമ്പോൾ അനന്തൻ അവരെ കൊന്നു തള്ളുമെന്നാണ് അജയ് മോഹനും കൂട്ടാളികളും കരുതിയത്. എന്നാൽ ഇപ്പോൾ അവർക്ക് അതിനു പകരം അനന്തനെ പോലെ ഒരു മഹാപുരുഷന്റെ സ്നേഹവും സഹവാസവും ഒപ്പം പ്രതിഫലമായി അതിവിശിഷ്ടമായ ഔഷധ ഗുണമുള്ള സർപ്പത്തിന്റെ രക്തവും ലഭിച്ചു. ഓർക്കുമ്പോൾ തന്നെ അവർക്ക് അനന്തനോട് അളവറ്റ സ്നേഹവും ബഹുമാനവും തോന്നി. അവർ അനന്തനോട് നന്ദി പറഞ്ഞ് തിരികെ വന്നു. ഇതെല്ലാം കണ്ടുനിന്ന നാട്ടുകാരിലും സന്തോഷം നിറഞ്ഞു. ഇവൻ അമൂല്യവും ദൈവികവുമായ വസ്തുക്കളെല്ലാം പെട്ടെന്ന് കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ താനെന്ന അമൂല്യമായ വ്യക്തിയെ അനന്തൻ എന്താണ് തിരിച്ചറിയാത്തത്? അവൻ എന്റെ മഹത്വം തിരിച്ചറിയാൻ ഇനിയും സമയമെടുക്കുമായിരിക്കും. അവനെ ഇംപ്രസ് ചെയ്യാൻ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണമെന്നാണ് തോന്നുന്നത്. സൈരന്ധ്രി നിഗൂഢമായ ഒരു പുഞ്ചിരിയോട് ചിന്തിച്ചു. ജഗൻ ഈ സമയം കൊണ്ട് ആ സർപ്പത്തെ രണ്ടായി കീറി പിളർന്ന് അനന്തന് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം വേർതിരിച്ചെടുത്തു. അതിനുശേഷം ബാക്കി വന്ന ശവശരീരത്തെ അവൻ ഗ്രാമത്തിന്റെ അതിർത്തിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എല്ലാവരോടുമായി വീണ്ടും ഓർമ്മിപ്പിച്ചു. ഇന്ന് ഇവിടെ നടന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞു കേട്ടാണ് നിങ്ങൾ ഇതിനെപ്പറ്റി എല്ലാം അറിയുന്നതെങ്കിൽ നിങ്ങളിൽ ഒരാൾ പോലും ഇതൊന്നും വിശ്വസിക്കില്ലായിരുന്നു. എന്താ, ശരിയല്ലേ? ജഗൻ ചോദിച്ചതിന് കുറച്ചു നിമിഷം ആലോചിച്ച് അവർ അതെ എന്ന് മറുപടി പറഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഈ ഗ്രാമത്തിന് പുറമേയുള്ള ആരോടും ഇതൊന്നും വിളമ്പാൻ മുതിരരുത്. എന്റെ അനന്തൻ റോയും ഞാനും നിങ്ങളും ഒക്കെ കള്ളന്മാരാവും അവർക്ക് മുന്നിൽ. ഇത്തരം കാര്യങ്ങളൊന്നും വാക്കുകൾ കൊണ്ട് ബോധിപ്പിക്കാൻ കഴിയില്ല എന്ന് എപ്പോഴും ഓർമ്മയിൽ വെച്ചോളൂ, ജഗൻ പറഞ്ഞു. അവരിത് ആരോടും പറയില്ല എന്ന് സമ്മതിച്ചു. ജഗൻ അത് കണ്ട് നിഗൂഢമായി പുഞ്ചിരിച്ചു. എന്റെ അനന്തൻ റോയുടെ കഴിവുകളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതാണല്ലോ. ഇന്ന് എനിക്ക് തന്ന ഈ വാക്ക് ആരെങ്കിലും തെറ്റിച്ചാ ഞാൻ ഇവിടേക്ക് ഒരു തവണ കൂടി വരും. അന്ന് നമ്മൾ വീണ്ടും കാണുമ്പോൾ അനന്തൻ റോയുടെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് വിദ്യകൾ പഠിച്ചെടുത്തിട്ടുണ്ടാവും. അത് എനിക്കിവിടെ പ്രയോഗിക്കാൻ ഇടവരുത്തരുത്. ജഗന്റെ സ്വരത്തിലെ ഭീഷണി അവർക്ക് നന്നായി മനസ്സിലായി. ആരെങ്കിലും ഇന്ന് നടന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ ജഗൻ അവരെ കൈകാര്യം ചെയ്യുമെന്നാണ് അവൻ പറഞ്ഞതിന്റെ പൊരുൾ. ഇത് തിരിച്ചറിഞ്ഞ ഗ്രാമീണരുടെ മുഖത്ത് ഭയം നിറഞ്ഞു. വൈകുന്നേരം 6 മണിയോടടുപ്പിച്ച് യദു അറേഞ്ച് ചെയ്ത ഹെലികോപ്റ്റർ അവിടേക്കെത്തി. ജഗനും നാട്ടുകാരും ചേർന്ന് ആ സർപ്പത്തിന്റെ അവയവങ്ങൾ വൃത്തിയായി ഹെലികോപ്റ്ററിലേക്ക് കയറ്റി. അസാമാന്യ വലിപ്പത്തിൽ ഏതോ വലിയ ജീവിയുടെ ആന്തരിക അവയവങ്ങൾ കണ്ട ഹെലികോപ്റ്ററിൽ വന്ന ആളുകൾ ഇതെല്ലാം കണ്ട് അന്താളിച്ചു നിന്നു. നാട്ടുകാരിൽ ചിലരോട് അവർ കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവർ ജഗനെ പേടിച്ച് മൗനം പാലിച്ചു. ഹെലികോപ്റ്ററിന്റെ ക്രൂ മെമ്പേഴ്സ് ഏറെ അധികം സംശയങ്ങളോടെയാണ് ആ വസ്തുക്കൾ ഹെലികോപ്റ്ററിലേക്ക് എടുത്തു വെച്ചത്. കാടും മലയും ഒക്കെയല്ലേ, ഇവിടുത്തുകാർ ഏതെങ്കിലും വന്യമൃഗത്തെ വേട്ടയാടി പിടിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ കരുതി ക്രൂ മെമ്പേഴ്സ് സമാധാനിച്ചു. വലിയ ചാക്കുകളിലാണ് അവർ ആ വസ്തുക്കൾ സൂക്ഷിച്ചത്. മാളവികയ്ക്കാണെങ്കിൽ 2 ദിവസത്തെ യാത്രാക്ഷീണവും മറ്റ് അസ്വസ്ഥതകളും കാരണം എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്ന് തോന്നി. അവൾക്ക് ആദ്യമേ തന്നെ ആ സർപ്പത്തിന്റെ രക്തം അനന്തൻ നൽകിയിരുന്നു. അതിനാൽ അവൾക്കിനി തിരികെ പോകുന്നതിൽ തടസ്സമൊന്നുമില്ല. അനന്തനെ നോക്കിയപ്പോൾ അവൻ ഇനിയും വൈകുമെന്ന് തോന്നി. അത് മനസ്സിലാക്കി അവൾ നേരെ സൈരന്ധ്രിയുടെ അടുത്തേക്ക് ചെന്നു. എടോ, നമുക്ക് ഹെലികോപ്റ്ററിൽ തന്നെ തിരികെ പോയാലോ? ഇതിലിനി 2 പേർക്ക് കൂടി കയറാനുള്ള സ്ഥലമുണ്ട്. മാളവിക ഹെലികോപ്റ്ററിലേക്ക് നോക്കി പറഞ്ഞു. നിനക്ക് പോണമെങ്കിൽ പോയിക്കോ. എന്റെ ചെക്കൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഞാൻ വരുവാണേ അവന്റെ ഒപ്പമേ വരുന്നുള്ളൂ. അവൾ മാളവികയോട് തീർത്തു പറഞ്ഞു. നിന്റെ ചെക്കനോ? സൈരന്ധ്രി, ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. നീ അനന്തനും നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് പലതവണ പറഞ്ഞല്ലോ. ഒരിക്കൽ പോലും അവൻ നിന്നെ ഒരു ഗേൾ ഫ്രണ്ട് എന്ന രീതിയിൽ പരിഗണിച്ച് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മനസ്സിലായി ഇതൊരു 1 വേ റിലേഷൻ ആണെന്ന്. അനന്തൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നുവെങ്കിൽ ഞാൻ നിന്നോട് ഇതിനെപ്പറ്റിയൊന്നും പറയാൻ നിൽക്കില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോ അനന്തനെ പോലെ ഒരു മഹായോഗിയായ മനുഷ്യൻ, ഈ ഭൂമിയിലെ സകല മോഹങ്ങളിൽ നിന്നും ആള് മോചിതനാവാനാണ് കൂടുതൽ സാധ്യത. ആ മനസ്സിൽ എല്ലാവരോടും സ്നേഹം, ദയ, കാരുണ്യം എന്നിങ്ങനെയുള്ള വികാരങ്ങൾ മാത്രമേ ഉള്ളൂ.
അല്ലാതെ പ്രണയം, ഭാര്യ, കുടുംബം, കുട്ടികള് അങ്ങനെയൊന്നും ആ മനസ്സിലുണ്ടെന്ന് തോന്നുന്നില്ല. നീ വെറുതെ അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന് ഒടുവിൽ ദുഃഖിക്കേണ്ടി വരും. മാളവിക സൈരന്ധ്രിയെ ഉപദേശിച്ചു. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തലയിൽ കയറാൻ പോകുന്നില്ല. നീ വെറുതെ സമയം കളയണ്ട. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ അനന്തന് വേണ്ടി നൽകുന്ന സമയവും സ്നേഹവും ഒന്നും ഒരിക്കലും പാഴാവില്ലെന്ന്. നിനക്ക് പോണമെങ്കിൽ വേഗം പോവാൻ നോക്ക്, സൈരന്ധ്രി പറഞ്ഞു. മാളവിക പറഞ്ഞത് അവൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല എന്ന് അവളുടെ സംസാരത്തിൽ നിന്നും വ്യക്തമാണ്. മാളവിക അനന്തനെയും സൈരന്ധ്രിയെയും മാറി മാറി നോക്കി. സൈരന്ധ്രി അതിസുന്ദരി തന്നെയാണ്, ഒരുപക്ഷെ തന്നെക്കാളും. എന്നാലും അനന്തന്റെ സൗന്ദര്യവുമായി താരതമ്യം ചെയ്യാനാവില്ല. എന്തുകൊണ്ടും അവൾ അനന്തനേക്കാൾ ഒരു പടി താഴെ തന്നെയാണ്. അതാലോചിച്ചപ്പോൾ അവൾക്ക് മനസ്സിൽ ചില സംശയങ്ങൾ ഉദിച്ചു. അത് സൈരന്ധ്രിയോട് തുറന്ന് ചോദിക്കാനും മാളവിക മടിച്ചില്ല. അനന്തൻ തീർത്തും ദൈവതുല്യനാണ്. രൂപം കൊണ്ട് സാക്ഷാൽ ഗന്ധർവന് സമം. കഴിവുകൊണ്ടും ശൗര്യം കൊണ്ടും ഏത് ദേവനുമായി താരതമ്യം ചെയ്യണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടില്ലേ, ഈ നാട്ടുകാർ പോലും അവനെ നാഗദേവനായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള അനന്തനെ നീ മോഹിക്കുന്നത് ശരിക്കും നിന്റെ ഉള്ളിലെ ദിവ്യ പ്രണയം കൊണ്ട് തന്നെയാണോ? അതോ ഇങ്ങനെ ഒരു വ്യക്തിയെ നിന്നോട് ചേർത്ത് നിർത്താൻ നീ മോഹിക്കുന്നത് വെറും സ്വാർത്ഥത കൊണ്ട് മാത്രമാണോ? മാളവിക ചോദിച്ചത് കേട്ട് സൈരന്ധ്രിയുടെ മുഖം കടുത്തു. തീർച്ചയായിട്ടും എനിക്ക് അവനോട് പ്രണയം തന്നെയാണ്. പിന്നെ അവൻ എന്നെ ഇഷ്ടമാണ് എന്ന തരത്തില് പബ്ലിക്കായിട്ട് പെരുമാറുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവൻ എന്നോടൊരു ചായ്വ് പണ്ടേ ഉള്ളതാ. എന്നെ എത്ര തവണ അവൻ രക്ഷിച്ചിരിക്കുന്നു. എനിക്കുള്ളത് പോലെ അവന് തിരിച്ച് എന്നോടും സ്നേഹമുണ്ട് എന്നെനിക്കറിയാം, സൈരന്ധ്രി പറഞ്ഞു. ഇതെല്ലാം കേട്ട മാളവിക ഒരു പുഞ്ചിരിയോടെ ഹെലികോപ്റ്ററിനടുത്തേക്ക് നടന്നു. അതിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് അവൾ തിരിഞ്ഞ് സൈരന്ധ്രിയെ നോക്കി പറഞ്ഞു, നിന്റെ ലവ് സ്റ്റോറി സക്സസ് ആയ എന്നെ അറിയിക്കണം. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ കേട്ടിട്ടുണ്ട്, എപ്പോഴെങ്കിലും ഒരാൾ മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന നേരത്ത് അയാൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളിന്റെ മുഖമായിരിക്കും മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക എന്ന്. നമുക്ക് നോക്കാം ഭാവിയിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അത്രയും പറഞ്ഞ് മാളവിക ഹെലികോപ്റ്ററിലേക്ക് കയറി. സൈരന്ധ്രി അവൾ പറഞ്ഞതിന്റെ പൊരുൾ എന്തെന്ന് ആലോചിച്ച് ആകെ അസ്വസ്ഥയായി. മാളവികയുടെ വാക്കുകൾ അവൾ പല ആവർത്തി മനസ്സിലൂടെ കടത്തിവിട്ടു. ഞാൻ മരണം മുന്നിൽ കാണുന്ന നിമിഷം ഏറെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖവും മനസ്സിൽ തെളിയും. ആ വാക്കുകൾ അവളെ വല്ലാതെ അലട്ടി. അവൾ അസ്വസ്ഥതയോടെ അനന്തനെ നോക്കി നിൽക്കുന്നതിനിടെ ജഗൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്താ എന്റെ ഏട്ടത്തി ഇവിടെ ആലോചിച്ച് നിൽക്കുന്നേ? തിരിച്ചു പോകാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? വാ പോകാം, അവൻ വിളിച്ചു. ജഗന്റെ സ്വരം കേട്ട് ചിന്തകളിൽ നിന്ന് പുറത്തു വന്ന് ഒന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവൾ അവനോടൊപ്പം നടന്നു. അവരെല്ലാവരും ഗ്രാമം വിട്ട് മെയിൻ റോഡിലേക്ക് എത്തിയപ്പോഴേക്കും നേരം രാത്രിയായി. അജയ് മോഹനാണ് ഇന്ന് വൈകി യാത്ര വേണ്ട, പകരം അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുക്കാമെന്ന് പറഞ്ഞത്. അനന്തൻ അതിന് സമ്മതം പറഞ്ഞു. ആ യാത്രയിൽ അജയ് മോഹനും അവന്റെ ആളുകളും അനന്തനോട് വളരെയധികം ഭവ്യതയോടെയാണ് പെരുമാറിയത്. അവർ അനന്തനെ അവിടുത്തെ ഏറ്റവും വലിയ ആഡംബര സൗകര്യങ്ങളുള്ള ഹോട്ടലിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ആ രാത്രി മുഴുവൻ താൻ അങ്ങോട്ട് പല കാര്യങ്ങൾ സംസാരിച്ചിട്ടും അനന്തൻ മൂകനായിരിക്കുന്നത് ശ്രദ്ധിച്ച അജയ് മോഹൻ അവന്റെ ഉള്ളിൽ എന്തോ ചിന്ത അലട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അനന്തനോട് അതെന്തെന്ന് തുറന്നു ചോദിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. അധ്യായം 104. ഏരാറ്റൂർ ഗ്രാമത്തിൽ നിന്ന് തിരികെ വരുന്ന വഴി രാത്രി ആയത് കണ്ട് അജയ് മോഹൻ അവരെ ഒരു ആഡംബര ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ എത്തും വരെയും അനന്തനെ അധികം സംസാരിച്ചു കണ്ടില്ല. അജയ് മോഹൻ അവന്റെ ഉള്ളിലെ ഒരു ഭയം അനന്തനുമായി പങ്കുവച്ചു. അനന്ത, എനിക്കൊരു പേടി. നമ്മൾ മേഘനാഥനെ കൊന്നതിലൂടെ വലിയൊരു അപകടമല്ല വരുത്തി വെച്ചിരിക്കുന്നത്. അതായത് ഈ സിദ്ധ ഔഷധി മഠം അവരുടെ ശത്രുത സമ്പാദിച്ചില്ലേ? ഈ നാട്ടിൽ ആരും തന്നെ അവർക്കെതിരെ ഒരു ചെറു വിരല് പോലും അനക്കില്ല. അജയ് മോഹൻ പറയുന്നത് കേട്ട അനന്തൻ ഒന്ന് പുഞ്ചിരിച്ചു. അവന്റെ ഭയം അനന്തന് മനസ്സിലായി. ഒരു കാര്യം ചെയ്, മേഘനാഥന്റെ മരണം അന്വേഷിച്ച് ആര് വന്നാലും ശിവപുരത്തേക്ക് അയച്ചിട്ട് എന്നെ വന്ന് കാണാൻ പറഞ്ഞാൽ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം, അനന്തൻ പറഞ്ഞു. അനന്തന്റെ വാക്കുകൾ കേട്ട അജയ് മോഹന് ധൈര്യം ലഭിച്ചു. എന്തു വന്നാലും അനന്തൻ തങ്ങളെ കൈവിടില്ല എന്ന് അവൻ ഉറപ്പായി. ബഹുമാനത്തോടെ തന്നെ അവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ, അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായാൽ മാത്രം മതി. ഈ കാര്യം ഞാൻ തന്നെ കൈകാര്യം ചെയ്തു തീർക്കാൻ പരമാവധി നോക്കാം.
അവര് വളരെ ശക്തരാണ്. പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ളത് ഉണ്ടയില്ലാത്ത തോക്കൊന്നും അല്ലല്ലോ. അജയ് തമാശ നിറഞ്ഞ സ്വരത്തിൽ അനന്തനോട് പറഞ്ഞു. അവന്റെ ധൈര്യം കണ്ട് അനന്തന് സന്തോഷം തോന്നി. തന്നെ ബുദ്ധിമുട്ടിക്കാതെ ആ പ്രശ്നം ഒതുക്കി തീർക്കാൻ അജയ് മോഹൻ ശ്രമിക്കുന്നത് തന്നോടുള്ള ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ് എന്ന് അനന്തന് ഉറപ്പായിരുന്നു. അതിനാൽ തന്നെ അനന്തന് അജയ് മോഹനോട് ഒരു പ്രത്യേക സ്നേഹവും തോന്നി. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, നിനക്കൊരു അവസരം തന്നില്ല എന്ന് വേണ്ട. പിന്നെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഞാൻ ആ സർപ്പത്തിന്റെ രക്തം പൂർണ്ണമായും മരുന്നായി മാറ്റും. എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ അതിലൊരു പങ്ക് നിനക്കും തരാം. അനന്തൻ പറഞ്ഞത് കേട്ട് അവന് വളരെയധികം സന്തോഷമായി. അവൻ സന്തോഷത്തോടെയും അതിനൊപ്പം കൗതുകത്തോടെയും അനന്തനോട് ചോദിച്ചു, അനന്ത, തനിക്ക് ആയുർവേദ മരുന്ന് ഉണ്ടാക്കാനൊക്കെ അറിയോ? അതും ഈ സർപ്പത്തിന്റെ ഒക്കെ രക്തത്തിൽ നിന്ന്? അജയ് മോഹന്റെ വാക്കുകളിൽ നല്ല സംശയം നിറഞ്ഞു. നേരത്തെ മേഘനാഥൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എലിയിൽ നിന്നും പകർന്ന വിഷത്തിന് മരുന്ന് സർപ്പത്തിന്റെ രക്തമാണെന്ന്. അതപ്പോൾ തന്നെ നാട്ടുകാരെല്ലാവരും അറിഞ്ഞതാണ്. അതുകൊണ്ട് ആരും അന്നേരം അനന്തന്റെ ആയുർവേദത്തിലുള്ള അറിവ് എത്രയെന്ന് ചിന്തിക്കാൻ മെനക്കെട്ടില്ല. പക്ഷെ ഇപ്പോൾ അനന്തൻ സ്വയം ആ രക്തത്തിൽ നിന്നും പുതിയ മരുന്നുണ്ടാക്കുന്നു എന്ന് കേട്ടപ്പോഴാണ് അജയ് മോഹൻ അതിനെപ്പറ്റി ശരിക്കും ചിന്തിക്കുന്നത്. ഇതേ സമയം ജഗൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അനന്തന്റെ കഴിവുകൾ എല്ലാവരും പൂർണ്ണമായി മനസ്സിലാക്കുന്നത് അവനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. കിട്ടിയ അവസരത്തിൽ ജഗൻ കയറി സംസാരിച്ചു. അനന്തൻ റോയ്ക്ക് മാത്രമല്ല, ഈ എനിക്കുണ്ട് ഒരുപാട് കഴിവുകൾ. പക്ഷെ അതൊന്നും അനന്തൻ റോയുടെ 7 അയലത്തെത്തില്ല. ഒരു 18 വർഷം നിങ്ങൾ എണ്ണിക്കോ, എന്റെ അനന്തൻ റോ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിശാലിയായ മനുഷ്യനായി അംഗീകരിക്കപ്പെടും. അപ്പോഴും ആ പ്രശംസയ്ക്ക് അർഹനായ മറ്റൊരാൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇവിടെ കുറെ ആചാര്യന്മാര് സ്വയം അവകാശപ്പെടുന്നുണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ അവരാണെന്ന്. അവരെ ഓരോരുത്തരെയായി പരാജയപ്പെടുത്തി വേണ്ടേ നമ്മൾ മുന്നോട്ട് വരാൻ? അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ 18 വർഷത്തെ കാലയളവ് പറഞ്ഞത്. നിങ്ങൾ നോക്കിക്കോ, ആചാര്യൻ ഉപേന്ദ്ര ശർമ്മനെ വരെ അനന്തൻ റോ നാളെ ഒരു കാലത്ത് പരാജയപ്പെടുത്തിയ വാർത്ത നിങ്ങളുടെ കാതിലെത്തും. ഇത് കേട്ട അജയ് മോഹനും അവന്റെ ഒപ്പമുള്ള ആളുകൾ എല്ലാവരും തന്നെ അത്ഭുതത്തോടെ നോക്കി. അനന്തന്റെ കഴിവിൽ അവർക്കെല്ലാവർക്കും വിശ്വാസമുണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അവർ പ്രയാസപ്പെട്ടു. ജഗന്റെ വർത്തമാനമൊക്കെ കേട്ടുനിന്ന അനന്തനും മിഴിച്ചു നോക്കി. 4 ആളെ കാണുമ്പോൾ തന്നെ പൊക്കി പറയുന്ന ജഗന്റെ സ്വഭാവം കണ്ട് അനന്തന് ചിരി വന്നു. തന്നോടുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ കാരണമാണല്ലോ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും അനന്തൻ ഇതേ സമയം ഓർത്തു. ആ സംസാരമൊക്കെ അവിടെ വെച്ച് അവസാനിപ്പിച്ച് അവർ നേരെ ഭക്ഷണം കഴിക്കാൻ ചെന്നു. അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ് സൈരന്ദ്രിയും ജഗനും അനന്തനും തിരികെ നാട്ടിലെത്തി. അവർക്ക് മുന്നേ തന്നെ സർപ്പത്തിന്റെ ശരീരഭാഗങ്ങളുമായി ഹെലികോപ്റ്റർ പുറപ്പെട്ടിരുന്നല്ലോ. യദു എല്ലാം വിശദീകരിച്ച് പറഞ്ഞിരുന്നത് കൊണ്ട് ഭാർഗവനും പല്ലവിയും അത് യഥാസമയം ചെന്ന് കളക്ട് ചെയ്യുകയും അനന്തന്റെ ബംഗ്ലാവിൽ എല്ലാം എത്തിക്കുകയും ചെയ്തു. അനന്തൻ അവിടെ എത്തുമ്പോൾ തനിക്ക് വേണ്ടതെല്ലാം വേണ്ട വിധത്തിൽ പല്ലവി സൂക്ഷ്മമായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട് അവന് സന്തോഷമായി. ആഹാ, അനന്തൻ എത്തിയോ? ഭാർഗവൻ അനന്തനെ കണ്ടതും സന്തോഷത്തോടെ വരവേറ്റു. അനന്തൻ പറഞ്ഞതുപോലെ എല്ലാം സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. അനന്തൻ ഇനി അവ കൊണ്ട് എന്താണ് അടുത്തത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ ആവേശത്തോടെ യദു പറഞ്ഞു, നീ ഇത്രയും നേരം എന്റെ ഒപ്പം കട്ടയ്ക്ക് നിന്ന് സഹായിച്ചല്ലോ, അത് മതി. അനന്തൻ പറഞ്ഞത് കേട്ട് അവൻ അഭിമാനത്തോടെ പല്ലവിയെയും ഭാർഗവനെയും നോക്കി. ഭാർഗവന്റെ മുഖത്ത് ഇത് കേട്ട് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. ഒന്നിനും കൊള്ളാത്തവൻ എന്ന് ലോകം വിലയിരുത്തിയ ചെറുമകൻ അനന്തന്റെ ഒപ്പം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു കയ്യബദ്ധവും സംഭവിക്കാതെ താണ്ടി വന്നിരിക്കുന്നു. ഇന്നുവരെ എന്ത് കാര്യം തുടങ്ങി വെച്ചാലും പരാതി മാത്രം കേട്ടിരുന്നവൻ അനന്തന്റെ പ്രശംസ നേടി തിരികെ വന്നത് കണ്ട് അയാളുടെ മനസ്സ് നിറഞ്ഞു. ഭാർഗവന്റെ മുഖത്തെ സന്തോഷം കണ്ട അനന്തൻ ഇത് തന്നെയാണ് പറ്റിയ സമയമെന്ന് മനസ്സിലാക്കി ഒരു കാര്യം കൂടി പറഞ്ഞു. ഭാർഗവൻ സർ, യദു എന്തായാലും ഇത്രയും അപകടം നിറഞ്ഞ സാഹചര്യങ്ങൾ പോലും പക്വതയോടെ കൈകാര്യം ചെയ്തതുകൊണ്ട് സാറിന് അവനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഒരു പരിധിവരെയെങ്കിലും മാറിക്കാണും അല്ലേ? എന്റെ അഭിപ്രായത്തില് ഇവൻ അത്ര കാര്യപ്രാപ്തി ഇല്ലാത്തവനൊന്നും അല്ല. ദേ, ഈ സാധനങ്ങളൊക്കെ എങ്ങനെ ഇവിടെ വരെ എത്തിക്കുമെന്ന് ഞാൻ പോലും ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ യദു വിളിച്ചു പറഞ്ഞതനുസരിച്ച് അവിടെ ഹെലികോപ്റ്റർ എത്തിക്കഴിഞ്ഞിരുന്നു. എവിടെ എന്ത് വേണമെന്നൊക്കെ ഇവന് കൃത്യമായിട്ട് അറിയാം. ഇപ്പോ ഇങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്വം ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നു എന്നേ ഉള്ളൂ, അല്ലടാ?
അനന്തൻ യദുവിന്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. അനന്തൻ എന്താണ് പറഞ്ഞു വരുന്നത്? ഭാർഗവൻ ഒന്നും മനസ്സിലാകാതെ ചോദിച്ചു. പറയാം സർ, നമ്മുടെ അണ്ടർഗ്രൗണ്ട് ബിസിനസ്സുകളൊക്കെ യദുവിനെ ഏൽപ്പിക്കുന്നതിനെ പറ്റി എന്താണ് സാറിന്റെ അഭിപ്രായം? ബാക്കി ഓപ്പൺ ബിസിനസ്സുകളൊക്കെ ഇപ്പോഴത്തെ പോലെ തന്നെ പല്ലവി കൺട്രോൾ ചെയ്യട്ടെ. അനന്തൻ പറഞ്ഞത് കേട്ട ഭാർഗവന്റെ മുഖം ഇരുണ്ടു. ഭാർഗവന് തന്റെ കുടുംബത്തിൽ ഏറ്റവും സ്നേഹം യദുവിനോട് തന്നെയാണ്. അനന്തൻ ഈ പറഞ്ഞ അണ്ടർഗ്രൗണ്ട് ബിസിനസ്സുകളാണെങ്കിലോ വളരെ അപകടം പിടിച്ചതും ഒരുപാട് ശത്രുക്കൾ ഉള്ളതും അതുപോലെ തന്നെ ഒരുപാട് സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ യദുവിനെ അതെല്ലാം ഏൽപ്പിക്കാൻ അയാളുടെ മനസ്സ് അനുവദിച്ചില്ല. അവന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു പോയാൽ അത് ബിസിനസ്സിൽ വലിയ നഷ്ടം വരുത്തി വെക്കും എന്നതും ഒരു കാരണമാണ്. പക്ഷേ ഒന്നും കാണാതെ അനന്തൻ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കില്ല എന്നും അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിനാൽ അയാൾ ഏറെ നേരം ചിന്തിച്ചു. കുറേയേറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അയാൾ ഒന്ന് സംസാരിച്ചു തുടങ്ങി. അപ്പോൾ മിസ്റ്റർ അനന്തൻ വർമ്മ പറയുന്നത് എന്റെ കുട്ടിക്കളി മാറാത്ത കൊച്ചുമോൻ ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ മാത്രം വളർന്നുവെന്നാണോ? ശരി, അങ്ങനെ ആവട്ടെ. നമുക്കൊന്ന് നോക്കാം. ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കേണ്ട പ്രായമായി. പിന്നെ എല്ലാത്തിനും എന്റെ ഒരു കണ്ണുണ്ടാവുമല്ലോ. അനന്തന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് അയാൾ അവന്റെ അഭിപ്രായം അംഗീകരിച്ചു. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഇന്നു മുതൽ ഭാർഗവ ഗ്രൂപ്പ്സിന്റെ അണ്ടർഗ്രൗണ്ട് ബിസിനസ്സുകളെല്ലാം യദു ഭാർഗവന്റെ കൺട്രോളിലാണ്. എന്താ യദു, ഓക്കെ അല്ലേ? അനന്തൻ ചോദിച്ചു. താങ്ക്സ് അനന്ത. താങ്ക് യു മുത്തശ്ശ, യദു സന്തോഷത്തോടെ പറഞ്ഞു. അവിടെ അടുക്കി വെച്ചിരിക്കുന്നത് നോക്കി അനന്തൻ എല്ലാവരോടുമായി പറഞ്ഞു. സർപ്പത്തിന്റെ രക്തവും പിത്തരസവും മാത്രം മാറ്റിയ ശേഷം ബാക്കിയുള്ളവയെല്ലാം മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം തൽക്കാലം. എനിക്കിവ രണ്ടുമാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. ഓക്കെ അനന്ത, താൻ പോയി റെസ്റ്റ് എടുത്തോ. ഇതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം. അതും പറഞ്ഞ് യദു ചാക്കുകെട്ടുകൾ എടുക്കാനായി ജോലിക്കാരെ വിളിച്ചു. ഈ സമയം അനന്തന് മറ്റൊന്നും ചെയ്യാനില്ലാത്തതിനാൽ അവൻ ആ ദിവ്യ കൂപത്തെ പറ്റി ചിന്തിച്ചു. ഇത്രയും നേരം അവൻ ആ ഗ്രാമത്തിൽ നിന്ന് ലഭിച്ച ചെറിയ കുടം പോലെ രൂപം പ്രാപിച്ച ദിവ്യ കൂപത്തെ പറ്റി ഒന്നും തന്നെ ആലോചിച്ചിരുന്നില്ല. അനന്തൻ തന്റെ മുറിയിലേക്ക് ചെന്ന് ആ സ്വർണ്ണ നിറത്തിലുള്ള കൂപം കയ്യിലെടുത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഇതിന്റെ ഷെയ്പ്പൊക്കെ ഒന്നുകൂടി മാറിയല്ലോ. സ്വർണ്ണ തിളക്കവും കൂടിയിട്ടുണ്ട്. ഇതിന്റെ ദിവ്യത്വം തീർച്ചയായും ഞാൻ വിചാരിച്ചതിലും അധികമാണ്. ഈ വസ്തു ഭൂമിയിൽ എങ്ങനെ എത്തിയെന്നാണ് പിടികിട്ടാത്തത്. അനന്തൻ സ്വയം പറഞ്ഞു. അവൻ അത് തിരിച്ചും മറിച്ചും പരിശോധിച്ചു. പക്ഷേ അവന്റെ ചോദ്യത്തിന് മാത്രം ഉത്തരം ലഭിച്ചില്ല. ഇങ്ങനെ ഒരു വസ്തു നാഗലോകത്ത് വെച്ചാണ് അനന്തൻ കാണുന്നതെങ്കിൽ ഒരിക്കലും ഇത്രയും അതിശയം തോന്നില്ലായിരുന്നു. എന്നാൽ ഭൂമിയിൽ ഇങ്ങനെ ഒന്നിന്റെ സാന്നിധ്യം അതിശയകരം തന്നെയാണ്. അതാണ് അനന്തൻ ഇത്രയും ആശങ്ക തോന്നുന്നത്. പെട്ടെന്ന് അവന്റെ ഓർമ്മയിൽ എന്തോ ഒന്ന് മിന്നിമാഞ്ഞു. ഭൂമിയിലെ നവകുംഭങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് അവയിൽ ഒരെണ്ണാകുമോ? അനന്തൻ മെല്ലെ ചോദിച്ചു. ടേബിളിൽ വെച്ച സ്വർണ്ണ കുംഭം ഒന്ന് അനങ്ങിയപ്പോഴാണ് അനന്തന് മനസ്സിലായത് അത് തന്റെ ചോദ്യത്തിന് മറുപടി നൽകിയതാണ് എന്ന്. ഇത് കണ്ട് അനന്തൻ ഒത്തിരി സന്തോഷമായി. അവൻ കുംഭത്തിൽ ചില അക്ഷരങ്ങൾ തെളിഞ്ഞു വരുന്നത് കണ്ടു. മെല്ലെ അത് വാക്കുകളായി പൂർണ്ണ രൂപം പ്രാപിച്ചു. പർവ്വതങ്ങളും നദികളും. ഇതായിരുന്നു ആ വാക്കുകൾ. പർവ്വതങ്ങളും നദികളും. അതിനർത്ഥം ഈ കുംഭത്തിൽ ഭൂമിയിലെ സകല പർവ്വതങ്ങളുടെയും നദികളുടെയും ശക്തിയാണോ നിറഞ്ഞിരിക്കുന്നത്? അത് വായിച്ചപ്പോൾ അനന്തന്റെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കം കാണാൻ കഴിഞ്ഞു. അമൂല്യമായ നിധി കൈവന്നതിന്റെ ആഹ്ലാദം. 1000 ശത്രുക്കൾ എതിരെ വന്നാലും ഒരു നോട്ടം കൊണ്ട് അവരെ തകർക്കാൻ മാത്രം ശക്തി തനിക്ക് പകരുന്ന അതുല്യമായ ഒരു ആയുധമാണ് മുന്നിൽ ഇരിക്കുന്നത് എന്നവന് മനസ്സിലായി കഴിഞ്ഞു. എന്നിരുന്നാലും കയ്യിലിരിക്കുന്ന അമൂല്യ വസ്തുവിനെ പറ്റിയുള്ള പൂർണ്ണമായ അറിവ് അനന്തനില്ലായിരുന്നു. ഒരു 2 മണിക്കൂറോളം അവൻ അവിടെ ഓരോരോ ചിന്തകളിൽ മുഴുകിക്കിടന്നു. മുറിക്ക് പുറത്ത് ആരുടെയോ കാലൊച്ച കേട്ടാണ് അവൻ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുന്നത്. മുറിക്ക് പുറത്തു വന്നതും അവൻ കണ്ടു സ്റ്റെപ്പ് കയറി വരുന്ന പല്ലവിയെ. അനന്തൻ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നോ? ഇവിടെ ഒന്നും കാണാഞ്ഞിട്ട് വന്ന് നോക്കിയതാ ഞാൻ, പല്ലവി പറഞ്ഞു. എന്താ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടായിരുന്നോ? അനന്തൻ ചോദിച്ചു. നാളെ നല്ല ദിവസമാണ്. നിനക്ക് അച്ഛനെയും അനിയത്തെയും കൂട്ടി ഇവിടേക്ക് താമസം മാറിക്കൂടെ? പല്ലവി ചോദിച്ചപ്പോഴാണ് അനന്തൻ ആ കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നത്. പല്ലവി ഏറെ പണിപെട്ടിട്ടുണ്ട് ഈ ഒഴിഞ്ഞ ബംഗ്ലാവ് താമസയോഗ്യമാക്കാൻ. നല്ല ഫർണിച്ചറും ഹോം അപ്ലയൻസസും ഒക്കെയായി മോടി പിടിപ്പിച്ചിട്ടുണ്ട് അവൾ. പക്ഷേ അവൻ തന്റെ വീട്ടുകാരെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല ഇതുവരെ. അതിനാൽ അവൻ പല്ലവിയോട്
എന്തു മറുപടി പറയണമെന്ന് ആലോചിച്ചു. അധ്യായം 105. അനന്തനോട് അവന്റെ അച്ഛനെയും അനിയത്തിയെയും ഇനി പുതിയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നൂടെ എന്ന് പല്ലവി ചോദിച്ചു. അനന്തൻ അതിനെപ്പറ്റി ഇതുവരെ ആലോചിച്ചിരുന്നില്ല എന്നതാണ് സത്യം. അവൻ അവരോട് ഈ വീട് വാങ്ങിയ കാര്യം പോലും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഇതിപ്പോ എങ്ങനെയാണ് അവതരിപ്പിക്കുക?